ഒരു വാക്ക് മാത്രമാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത്. അത് 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ്. അത് വായിച്ചിട്ട് നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത് വായിക്കാമോ? അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള, വായിക്കാം, ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? നമ്മളെല്ലാവരോടും ചേർന്ന വചനം ഒന്ന് വായിക്കാൻ പോവാണ്. 2 തിമോത്തിയോസ് 1:6 വായിക്കാം. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആത്മപകർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധമ്മാവ് എൻ്റെ പക്കൽ നൽകിയ വിശുദ്ധ തിരുവെഴുത്താണ് ഇപ്പോൾ വായിച്ചത്. നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം നീ ജ്വലിപ്പിക്കണം. എല്ലാവരും ചേർന്ന് പറ, ജ്വലിപ്പിക്കണം. അത് ദൈവത്തിൻ്റെ ഡ്യൂട്ടിയല്ല, അത് എൻ്റെ ഡ്യൂട്ടിയാണ്. ദൈവത്തിൻ്റെ കൃപാവരം ഞാൻ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. 1 കൊരിന്ത്യർ 14:2 വായിക്കുന്നു, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. അതും ദൈവത്തിൻ്റെ ഡ്യൂട്ടിയല്ല, എൻ്റെ ഡ്യൂട്ടിയാണ്. വാഞ്ചിക്കുക. അപ്പോൾ വാഞ്ചിക്കുക എന്നുള്ളതും എൻ്റെ ഡ്യൂട്ടിയാണ്, ജ്വലിപ്പിക്കുക എന്നുള്ളതും എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ അത് സംഭവിക്കാൻ പോവാണ്. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവാണ്. നമ്മിലെല്ലാം ദൈവം തൻ്റെ വരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. വരങ്ങളില്ലാത്തവരായിട്ട് ആരും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഒരു നല്ല ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ അതിനുള്ള ടൂൾസാണ് വരങ്ങളെന്ന് പറയുന്നത്. ഒരു ജോലിക്കാരന് ജോലി ചെയ്യാൻ ടൂൾസ് ഉള്ളതുപോലെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവം നമുക്ക് നൽകിയ ടൂൾസാണ് ദൈവത്തിൻ്റെ വരങ്ങൾ. വരങ്ങളില്ലാതെ നമ്മൾ എത്ര വർഷം ശുശ്രൂഷ ചെയ്താലും നമ്മുടെ കർത്താവ് ആഗ്രഹിച്ച ഒരു ലെവൽ എത്തത്തില്ല. എന്നാൽ നമ്മളെല്ലാം മിനിസ്ട്രി ആരംഭിച്ചത് നിങ്ങൾ ചെക്ക് ചെയ്തേ വരങ്ങളോടുകൂടി തന്നെയാണ്. പിന്നെ രാത്രി നമ്മൾ വരങ്ങളിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുപോകാൻ അധികം നേരമൊന്നുമില്ല. അല്പനേരം കർത്താവ് എൻ്റെ കയ്യിൽ തന്നൊരു ആലോചന പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാനും ഒരു മിഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാകയാൽ നമ്മൾ മിഷൻ ചെയ്യുവാൻ പോകുന്ന സമയം, ആദ്യത്തെ മിഷൻ വർക്കിന് വേണ്ടി ദൈവം അയച്ച ആ സമയം ഒന്നോർത്തെ, അന്ന് നമ്മിൽ വെളിപ്പെട്ട ഒരു വരം ഉണ്ടായിരുന്നു. യേസോർണ ആദ്യം ദൈവാലോചന കേട്ട് ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് അയക്കുന്നത് പോലും ആ ഒരു നിയോഗത്തോടു കൂടിയായിരുന്നു. എന്നാൽ അധിക സമയം നാം മിഷന് കോൺസെൻട്രേറ്റഡ് ആകുമ്പോൾ അറിയാതെ വരം ജ്വലിപ്പിക്കാൻ പറ്റാതെ വന്നവരാണ് ഞാനും നിങ്ങളും. പലപ്പോഴും പല റെസ്പോൺസിബിലിറ്റീസ് മിഷന് വേണ്ടി മാത്രം ലൈഫ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദൈവം ആഗ്രഹിച്ച ആ ഗിഫ്റ്റ് പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ അനുഭവിച്ച ഒരാളാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലൂസിൻ്റെ മിഷനറി യാത്ര പഠിച്ചാൽ മിഷൻ്റെ ഒപ്പം തൻ്റെ ഗിഫ്റ്റും താൻ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത മിഷൻ മുഴുവൻ റിവൈവലായി മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വരമുള്ളവരൊക്കെ ആത്മാവിലൊന്ന് ജ്വലിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളെ ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റിൽ നിന്ന് കർത്തൃദാസൻ വില കൊടുത്ത് ഇവിടെ ഈ അപ്പർ റൂമിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് വന്നതുപോലെ നിങ്ങൾ പോകത്തില്ല. നിങ്ങൾ ആള് മാറിയിട്ട് നിങ്ങൾ പോയിരിക്കും. അറ്റൻഡ് ചെയ്തത് നിങ്ങൾക്കൊരു റീഫ്രഷ്മെൻ്റാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ദൈവം ഏതോ ഒരു സ്റ്റേറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അസാധാരണമായൊരു ശുശ്രൂഷയുണ്ട്. അത് കിടക്കുന്നത് വരത്തിലാകയാൽ ആ വരം ജ്വലിക്കാതെ ഒരിക്കലും ആ ലെവലിൽ എത്താൻ കഴിയില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. ചിലരുടെ മേലുള്ള വരം ഈ രാത്രി ജ്വലിക്കാൻ പോകുകയാണ്. ഞാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ട് 97 മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ പോവുകയാണ്. പോയ സമയം ഒരു 40 days ഫാസ്റ്റിങ്ങിൽ എന്നെ കർത്താവ് ഒരു ഡ്രീം കാണിച്ചതാണ്. ആ ഡ്രീം കാണിച്ചത് തപ്പിയെടുത്ത് 97 ഇന്നത്തെ പോലെയുള്ള സിസ്റ്റം ഒന്നുമില്ല തപ്പാൻ. അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ മഹാരാഷ്ട്രയിൽ ഞാൻ പിറ്റേ മാസം ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി. എന്ന് വെച്ചാൽ കർത്താവ് കാണിച്ചതാണ്, പോയേ പറ്റുള്ളൂ.
അവിടെ ചെന്നു ഒരു ദൈവദാസനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. 40 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് എന്താ മഹാരാഷ്ട്ര, എന്താ മറാഠിക്കാർ, എന്താ നോർത്ത് ഇന്ത്യ ഒന്നും അറിയാൻ വയ്യാതെ 97 ചെന്ന് ഇറങ്ങിയിട്ട് ഞാൻ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുക. ഭാഷയൊന്നും അറിയത്തില്ല. ട്രാക്റ്റും കയ്യിലെടുത്തുകൊണ്ട് 10-15 കിലോമീറ്റർ ഇങ്ങനെ നടക്കുന്നു, ട്രാക്റ്റ് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്നു, കുത്തിയിരുന്ന് പാട്ട് പാടുക. പിറ്റേ ദിവസം രാവിലെ നടക്കുന്നു, ട്രാക്റ്റ് കൊടുക്കുന്നു, പോകുന്നു, തിരിച്ചു വരും. ഇത് തന്നെ 5 വർഷം ഇതായിരുന്നു പരിപാടി. 5 വർഷം പ്രസംഗിച്ചിട്ടില്ല, 5 വർഷം ഇത് തന്നെ പരിപാടി. പക്ഷേ ഞാൻ കൺമുമ്പിൽ കണ്ടൊരു കാഴ്ച, ഒരു കൊച്ചു മുറിക്കകത്ത് 500 രൂപ വാടകയ്ക്കുള്ളൊരു കൊച്ചു മുറിക്കകത്ത് താമസിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് രാവിലെ ട്രാക്റ്റുമായിട്ട് പോകുമ്പോൾ റോഡ് സൈഡിൽ ദുരാത്മാക്കൾ ഇളകുമായിരുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്രസംഗമല്ല ദൈവത്തിന് വേണ്ടത്, എൻ്റെ മേൽ പകർന്നൊരു ശുശ്രൂഷയുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നിലൊരു ശുശ്രൂഷയുണ്ടെന്ന്? അങ്ങനെ ഉറപ്പുള്ളവരുടെ കരം എനിക്കൊന്ന് കാണണം. ദൈവത്തിന് വേണ്ടത് നിൻ്റെ സന്ദേശം മാത്രമല്ല, നിന്നിൽ ദൈവം പകർന്ന ഒരു അഭിഷേകമുണ്ട്. നിൻ്റെ വീട് നോക്കാതെ, നിൻ്റെ കുലം നോക്കാതെ, നിൻ്റെ വിദ്യാഭ്യാസം നോക്കാതെ, നിൻ്റെ പണമഹിമകളൊന്നും നോക്കാതെ, കരബലം നോക്കാതെ, നിന്നെ വിളിച്ച വിളിക്കകത്ത് പരിശുദ്ധാത്മാവ് ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിരുന്നു എങ്കിൽ ആ മിനിസ്ട്രി ഇന്ന് അതുപോലെ വെളിപ്പെടുന്നില്ല എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും ഒരാളുടെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൈമാറുന്നു. ഈ മൈക്ക് ഞാൻ താഴെ വെക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ മേലുള്ള ശുശ്രൂഷ വെളിപ്പെട്ടിരിക്കും. നിങ്ങളുടെ മേലൊരു അസാധാരണ അഭിഷേകത്തിൻ്റെ മിനിസ്ട്രി പകർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉത്തരേന്ത്യയുടെ വയലേലകളിലേക്ക് അയച്ചതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പ്രാവശ്യം കൂടി ആ മിനിസ്ട്രി ഒന്ന് വെളിപ്പെടാൻ പോകുകയാ. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് നേരത്തെ മിനിസ്റ്റർ ചെയ്ത കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ, അദ്ദേഹം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നു. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന എന്നോട് അറിയിച്ചപ്പോൾ എൻ്റെ ഉള്ളം ആത്മാവിലൊന്ന് കത്തി. കാര്യം ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നോ അത് മാത്രം അദ്ദേഹം സംസാരിച്ചു. ആ ദൂതും കൂടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോവുക ഇന്ന് രാത്രിയിലെ സന്ദേശത്തിൽ. എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നവരാരും വെറുതെ വന്നിട്ട് പോകുന്നവരല്ല. ഈവൻ എന്നെപ്പോലും ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുവനെ പോലെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ വന്നത് എനിക്കൊരു അഭിഷേകമാണ്. അതുകൊണ്ട് ഞാൻ പറയുക, എത്ര പേർ വിശ്വസിക്കും നിങ്ങളുടെ മേലൊരു വരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? ഒരു വരമുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതെനിക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് മനസ്സറിഞ്ഞ് എനിക്ക് ആ വരം വളരെ നല്ല നിലയിൽ എനിക്കതൊന്ന് ഓപ്പറേറ്റ് ചെയ്യണം. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ പൈശാചിക കോട്ടകളൊക്കെ ഒന്ന് തകരട്ടെ. എനിക്കത് ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ, എനിക്കത് ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ, എനിക്കത് ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാസലബഖന. നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി കർത്താവിന് ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന മിഷൻ കർത്താവിന് ഇഷ്ടമാണ്. ഞാൻ കാലഹണ്ടി എന്ന് പറയുന്ന ഒറീസയിലെ ഒരു സ്റ്റേറ്റിൽ, ഒരു ഡിസ്ട്രിക്റ്റിൽ ഞാൻ വേല ചെയ്യുന്നുണ്ട്. 10 കിലോമീറ്റർ 12 കിലോമീറ്ററൊക്കെ നടന്നാണ് ഒരു ഗ്രാമത്തിൽ പോകുന്നത്. കർത്താവിന് ഇഷ്ടമാണ്. ഞാൻ ആ ചെയ്യുന്നതെല്ലാം കർത്താവിന് ഇഷ്ടമാണ്. എനിക്കും അതിനേക്കാൾ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ കർത്താവ് എന്താ നോക്കുന്നറിയോ? നീ അവിടെ ചെന്നിട്ട് നീ എങ്ങനെയാ തിരിച്ചു പോന്നേ? നിൻ്റെ മിനിസ്ട്രി അവിടെ വെളിപ്പെടുത്തിയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെ അന്ന് മിനിസ്ട്രി ഏൽപ്പിച്ച് അന്ന് കർത്താവ് ഒരു പാക്കേജ് തുറന്ന് ഇങ്ങോട്ട് ഏൽപ്പിച്ചേ. അത് ചെയ്തോ? അത് വെളിപ്പെടുന്നുണ്ടോ? ഇന്നത് വെളിപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ വിഷമിക്കണ്ട, അത് പോയിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചിൽ ടീച്ച് ചെയ്യുമ്പോൾ പറയും, വരം നിങ്ങൾ ഇന്ന് പോയിട്ടില്ല, വരത്തിൽ നിന്ന് നിങ്ങളാ പോയേ. ഇത് ഗിഫ്റ്റാണ്, ഇത് നിങ്ങളിന്ന് പോയിട്ടില്ല. ഇല്ല, പക്ഷെ ഇതിൽ നിന്ന് നിങ്ങളാ പോയത്. ഇന്ന് രാത്രി ഇതിലേക്കൊന്ന് തിരിച്ചു വരാമെങ്കിൽ ശക്തമായൊരു മിനിസ്ട്രി തിരിച്ചു തരാൻ പോവാ കർത്താവ്. അസാധാരണമായൊരു മിനിസ്ട്രി കർത്താവ് തിരിച്ചു തരാൻ പോവാ.
എനിക്കറിയാം അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തൃദാസൻ ഇവിടെ കോയമ്പത്തൂരിൽ തമിഴ്നാട്ടിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് വേലയ്ക്ക് വേണ്ടി വന്നു. അദ്ദേഹം വേറൊരു രാജ്യത്ത്, ഒരു യൂറോപ്യൻ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ദർശനത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പറയുന്ന സ്ഥലത്ത് പോയി നീ സ്ഥലം വാങ്ങിച്ചൊരു ചർച്ച് ഹോള് പണിയുക, എനിക്ക് വേണ്ടി നീ മിനിസ്റ്റർ ചെയ്യണം. കർത്താവിൻ്റെ ശബ്ദം കേട്ടോണ്ട് ജോലി രാജിവെച്ചു. ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. അദ്ദേഹം പോകുമ്പോഴെല്ലാം മനസ്സിന് വിഷമമുണ്ട്. കാര്യം അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല, പ്രസംഗം അറിയത്തില്ല, പാട്ടുപാടാൻ അറിയത്തില്ല, ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പം വിഷമിച്ചാൽ പോകുന്നത്. ജോലിയെല്ലാം രാജിവെച്ച് പോയി സ്ഥലമെല്ലാം വാങ്ങി ഒരു റോഡിനപ്പുറത്ത് അദ്ദേഹം സ്ഥലം വാങ്ങി ഹോളെല്ലാം വെച്ചു. റോഡിനിപ്പുറത്തൊരു വീടും വെച്ചു. കർത്താവ് പറഞ്ഞ അളവെന്ന് പറഞ്ഞാൽ അസാധാരണ അളവ്. ഇതിൻ്റെ ഒരു 3 ഇരട്ടി വലിപ്പമുള്ള അളവാണ് കർത്താവ് പറഞ്ഞേ. ഇത്രയും വലിപ്പത്തിൽ ഹോള് പണിയണം. ഇതിൻ്റെ 3 ഇരട്ടി വലിപ്പവും നിങ്ങൾ ഊഹിച്ച് അദ്ദേഹം സന്തോഷത്തോടെ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, പ്രസംഗിക്കാൻ എന്നോട് പറയരുത്, എനിക്കറിയത്തില്ല. പാടാൻ എന്നോട് പറയരുത്, എനിക്കറിയത്തില്ല. നീ പറഞ്ഞത് ഞാൻ ചെയ്തു. ഉടനെ കർത്താവ് തന്നോട് ചോദിച്ചു, ഞാൻ നിന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞോ? ഇല്ല. പിന്നെന്തിനാ നീ വിഷമിക്കണേ? ഞാൻ നിന്നോട് പാടാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? പണിയാൻ. നീ അത് ചെയ്തു, ബാക്കി ഞാൻ ചെയ്തോളാം. ഞാൻ ആ ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ ആദ്യത്തെ സെഷൻ ആരംഭിക്കുന്ന 5:30 മണിക്ക്, മോർണിംഗ് 5:30 രാവിലത്തെ സെഷൻ. 5 മണിക്ക് ചെന്നില്ല എങ്കിൽ സീറ്റ് കിട്ടുകയില്ല. ആ ചർച്ചിൽ 2500 പേര് ഒരു സെഷനിലുണ്ട്. 4 സെഷനാണ് ഒരു സൺഡേ. 10,000-ത്തിലധികം പേര് ആരാധിക്കുന്നൊരു സഭ. എനിക്കിതങ്ങ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണിയെല്ലാം കേട്ടിട്ട് ഞാൻ മലയാളിയല്ലേ, അപ്പോൾ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. ഏതാ പ്രസംഗം, പാട്ട്, ഇതൊന്നും അറിയാത്തൊരു പുള്ളിയുടെ സഭയെ 4 സെഷൻ, ഒരു സെഷനിൽ 2500-ലധികം പേര്. ഇതൊന്നും എനിക്ക് മനസ്സിലാകണില്ല. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ സെഷന് വേണ്ടി ചെല്ലുന്ന സമയത്ത് ഒരു ലേഡി സ്റ്റേജിൽ നിന്നുകൊണ്ട് സങ്കീർത്തനം സാംസിങ്ങിനെ പ്രസംഗിക്കുക. 15 മിനിറ്റ് മെസ്സേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കണേ. അപ്പോൾ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോൾ എന്നെ പുറത്തുനിന്ന് അകത്തേക്കൊന്ന് നടുക്കോടെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ അവർ പെട്ട പാട് ഞാൻ കണ്ടതാണ്. കാര്യം നടുക്ക് ഈ വഴിയുണ്ടല്ലോ, ഇവിടെ ആളിരിക്കുകയാണ്. അപ്പം ഞാൻ സ്റ്റേജ് വരെ വന്നത് പാടുപെട്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് 1-2 ചോദ്യമുണ്ട്. പാസ്റ്റർ വരാൻ പറഞ്ഞു. എന്നെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് എന്താ അറിയണ്ടേ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ആ അഭിഷേകത്തിൻ്റെ സീക്രട്ട് എനിക്കൊന്ന് അറിയണം. കാര്യം ഇത്രയും ആളിങ്ങനെ തമ്പടിച്ച് കൂടുന്നൊരു ഹോള്, എന്തൊരു ശുശ്രൂഷ. എന്നാൽ ഈ പുള്ളി മൈക്ക് എടുക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്നും നമുക്കങ്ങോട്ട് ചേർത്ത് വെക്കാൻ ഒക്കുകയല്ലേ. നമ്മളാണ് ഇത് താഴെ വെക്കത്തുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്റർ ഇതിൻ്റെ സീക്രട്ട്? അദ്ദേഹം പറഞ്ഞു, മേളിത്തെ മുറിലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്നെ മേളിൽ കൊണ്ടുപോയി. മേളിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ചെറിയൊരു ഹോള്, അതിൻ്റെ അകത്തൊരു ഡെറി, ഒരു മാറ്റി വിരിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താണിത്? ഇതാണ് എൻ്റെ ശുശ്രൂഷ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന. ഇതല്ലേ ഉദ്ദേശിച്ചത്? അത് പാസ്റ്ററെ, എനിക്ക് അന്നും ഇന്നും അറിയാവുന്നത് പ്രാർത്ഥനയാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഈ ആൾ വന്നത് എങ്ങനെയാണ്? ഇതല്ലേ അറിയണ്ടേ? പാസ്റ്ററെ, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അത് ഹോള്, ഇത് വീട്, ഇതിൻ്റെ ഇടയിൽ റോട്ടിൽ കൂടെ ആൾക്കാർ നടക്കുക. ഈ വീടിനും ഹോളിനും ഇടയ്ക്ക് വരുമ്പോൾ അവരിലുള്ള ദുരാത്മാവ് ഇളകും. ഇളകുക മാത്രമല്ല, ഇളകിയിട്ട് താഴെ നിന്ന് മേലോട്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയിലോട്ട് നോക്കി അലറി വിളിക്കും. അപ്പം ഞാൻ മേളിൽ നിന്ന് താഴോട്ട് കൈനീട്ടിയിട്ട് ഇങ്ങനെ പറയും, അങ്ങോട്ട് കയറിക്കോ, ഞാൻ വരുവാ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ കയറിയതാ പാസ്റ്റർ ഈ 4 സെഷൻ. യെസ്, ഇന്ന് രാത്രി ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് കൈമാറുകയാ. നിങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മണിക്കൂറുകൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തു ഭടനാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, നിങ്ങളെ വെയിറ്റ് ചെയ്ത് 10,000-കണക്കിന് വ്യക്തികൾ നിങ്ങളായിരിക്കുന്ന സ്റ്റേറ്റിൽ ഉണ്ട് എന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ, അവരിലുള്ള അഭിഷേകം ഒന്ന് കയ്യിലെടുത്തേ. കമാൻ, വായി തുറന്ന് നിങ്ങളുടെ മേലുള്ള ദൈവാഭിഷേകം, നിങ്ങളുടെ മേലുള്ള കൃപാവരം, ഹുഡഗമനഗ സൈന്റബി ഹട്ടഗബലഗ ബൗശംധരാധന അർഖമനഗദല വൈശംധരാധന ഹോറബ സന്താലിയ ബഖന ഹേലബ ഖന്ദലയ ബഖനഗബ. നിങ്ങളുടെ വീടിൻ്റെ അകത്തെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പരാധീനതകളും വേദനകളും എല്ലാം കൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ ഞെരുങ്ങിയെങ്കിൽ, നിങ്ങളുടെ കൃപാവരം അതുപോലെ പുറത്തു വരുന്നില്ല എങ്കിൽ, ഇന്ന് രാത്രി പറ്റിയ സമയമാണ്. നിങ്ങൾ എത്തിയിരിക്കുന്നത് മർക്കോസിൻ്റെ മാളിക മുറിയിലാണ്. 120-ൽ 110 അല്ല ദൈവം തൊട്ട്, 120-നെയും ദൈവം തൊട്ടെങ്കിൽ, ഹേ ഹേ ഹേ
നിങ്ങളിലൊരു പ്രവചന ശുശ്രൂഷയുണ്ട്, നിങ്ങളിലൊരു രോഗശാന്തി ശുശ്രൂഷയുണ്ട്, നിങ്ങളുടെ മേൽ അസാധാരണമായ വിശ്വാസത്തിൻ്റെ വരമുണ്ട്, നിങ്ങളുടെ മേൽ വിസ്ഡം ഉണ്ട്, നിങ്ങളുടെ മേൽ നോളജ് ഉണ്ട്, വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, വീര്യ പ്രവർത്തികളുടെ വരമുണ്ട്. ഇന്ന് രാത്രി ആ വരമൊന്ന് തുറക്കുക. ആത്മാവനോട് പറയുന്നു, വരമടച്ചു വെച്ചതാണ് നിന്റെ വഴി അടയാൻ കാര്യം. ആത്മാവനോട് പറയുന്നു, വരമടച്ചു വെച്ചതാണ് നിന്റെ വഴി അടയാൻ കാര്യം. വരം മൂടി വെച്ചതാണ് നിന്റെ വഴി അടയാൻ കാര്യം. ഇന്ന് രാത്രി വരം തുറക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? വരം തുറക്കുക, വരം തുറക്കുക, വരം തുറക്കുക. ഹജ ലഖ ജല ഗജന 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 ഇതിൻ്റെ അകത്തിരിക്കുന്ന യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, അസാധാരണ അഭിഷേകത്തിൽ മിനിസ്റ്റർ ചെയ്യാനുള്ളവരെ ഈ മാളിക മുറിയിൽ ആത്മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു സിംഹം കണക്കെ വരം തുറക്കാൻ തയ്യാറാവുക. ഹേ ഹമ സണ്ടലയബ Albinakaria right high bye Ratalia bahalia Ratalata നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് ശക്തമായി കൃപാവരങ്ങളോടുകൂടി ഉപയോഗിച്ചാൽ നിങ്ങൾ സന്തോഷിക്കുമോ? അതിൽ ആനന്ദിക്കുമോ? അതിൽ അപ്പപ്പ് ചെയ്യുമോ? കയറി പോട്ടെന്ന് പറയുമോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ ഇന്ന് രാത്രി ദൈവം മറ്റൊരു മിനിസ്ട്രിയിൽ ശക്തമായി ഉപയോഗിക്കാൻ പ്ലാനിട്ടു. ആ വ്യക്തിയെ ദൈവം യൂസ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ക്ലാപ്പ് ചെയ്യാൻ തയ്യാറാകുമോ? യെസ്, യെസ്. നിങ്ങൾ യെസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു വരമുള്ളത് ജ്വലിക്കാൻ പോകുകയാണ്. വർഷങ്ങളായി ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ആ വരം ഇന്ന് രാത്രി ജ്വലിക്കാൻ പോകുകയാ, ജ്വലിക്കാൻ പോകുകയാ, ജ്വലിക്കാൻ പോകുകയാ. എൻ്റെ കൈവപ്പിനാൽ ഇന്ന് രാത്രി ചിലരെ കൈവെക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് തൊടാൻ പോവാ. ഹോളി സ്പിരിറ്റ് തൊടാൻ പോകുകയാ. ചരൽക്കുന്നിലെ ഈ ഹോളിൻ്റെ അകത്ത് ആയിരങ്ങളെ ദൈവം തൊട്ടതാണ്. ആയിരങ്ങളെ തൊട്ട ഹോളിലാ ദൈവം നിന്നെ കൊണ്ടുവന്നത്. കമാൻ ഹേ അമാസി അന്താലിയ ബഖാനിയ. ഇന്ത്യ വിടുവിക്കപ്പെടണമെങ്കിൽ നിന്റെ മിഷന്റെ കൂടെ നിന്റെ മേലൊരു കൃപാവരം ജ്വലിക്കണം. കൃപാവരം ജ്വലിക്കണം, ജ്വലിക്കണം, ജ്വലിക്കണം. അജാല ബജല ബജല തൊടുക, തൊടുക. ഓരോ റോയിൽ പരിശുദ്ധാത്മാവ് തൊടുക. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ ഉപയോഗിക്കുന്നതിൽ അഭിമാനം ഉണ്ടെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, തൊട്ട് പ്രാർത്ഥിക്കുക. അവരുടെ അഭിഷേകം പുറത്തു വരട്ടെ. കമാൻ, ജ്വലിക്കട്ടെ. അഭിഷിക്തന്മാരുണ്ടെങ്കിൽ ഒന്നിച്ച് ശുശ്രൂഷിക്കുക, ഒന്നിച്ച് ശുശ്രൂഷിക്കുക, ഒന്നിച്ച് ശുശ്രൂഷിക്കുക. ആത്മപകർച്ച, ആത്മപകർച്ച. ഇടവും വലവും നോക്കണ്ട, പരിശുദ്ധാത്മാവിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഹായ് 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 ബാ ചല 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 രാധാല ബാ ഷാല ബാ. കൃപാവരം ഇട്ടേച്ച് വേല ചെയ്യരുത്. കൃപാവരം ഇട്ടേച്ച് വേല ചെയ്യരുത്. അഭിഷേകം താഴെ വെച്ച് വേല ചെയ്യരുത്. കൃപാവരം ഇട്ടേച്ച് മിഷൻ ചെയ്യരുത്.
കമാൻ, വരങ്ങൾ പുറത്തു വരട്ടെ. നിന്റെ മിഷൻ അധികം 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 ജ്വലിക്കാൻ പോകുകയാ. അജ ലബ ജല 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 ജർമ ജൽബ രക്ത ലക്ത 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 അജലഗബ ജലഗബ 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 ഹഡാല ബഡാല ബർഥല 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 ബർഥല. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പകരാൻ നിയോഗമുണ്ടെങ്കിൽ നിങ്ങൾ പകർന്നോണം. യു ആർ എ അനോയിന്റഡ് പേഴ്സൺ. നീ ഒരു അസാധാരണ അഭിഷേകമുള്ള ഒരാളാണ്. റൈറ്റ് ബൈറ്റ് ലൈറ്റ് റൈറ്റ് ലൈറ്റ് റൈറ്റ് ലൈറ്റ് അജാല ബജാല 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 ബജല ബജല ജല ബജല. ഇനി മൂടി വെക്കാൻ ഒക്കത്തില്ല. ഇനി മൂടി വെക്കാൻ ഒക്കത്തില്ല. ഇനി വരങ്ങൾ മൂടി വെക്കാൻ ഒക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല. ഇനി മൂടി വെക്കാനുള്ള സമയമല്ല. തുറക്കുകയാ തുറക്കുകയാ തുറക്കുകയാ. കമാൻ, തുറക്കുകയാ. ആരും ആരെയും ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങളും പരിശുദ്ധമാവും, നിങ്ങളും പരിശുദ്ധമാവും, നിങ്ങളും പരിശുദ്ധമാവും, നിങ്ങളും പരിശുദ്ധമാവും. തുറക്കുകയാ. കൃപാവരങ്ങൾ കലവറയായി തുറക്കുകയാ തുറക്കുകയാ. വായി തുറക്കുക. വായി തുറന്ന് നിന്റെ മേലുള്ള വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. ലഹബ 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 റബ. നിന്റെ സഭ വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സഭയാകാൻ പോവാ. നിന്റെ സൺഡേ വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സൺഡേ. എവറി സൺഡേ, എവറി ഫ്രൈഡേ നിന്റെ ഗിഫ്റ്റ് നീ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുകയാ. കമാൻ. നിങ്ങളെന്ന വ്യക്തിയുടെ മേൽ ദൈവം ഏൽപ്പിച്ച ഏതോ സ്പെസിഫൈ ചെയ്ത ഒരു മിനിസ്ട്രി ഉണ്ട്. ഇന്ന് രാത്രി അത് തുറന്നേ മതിയാകൂ. ആരോ നിന്നെ വേദനിപ്പിച്ചല്ലേ? ആരോ നിന്നെ മുറിവേൽപ്പിച്ചു? നിന്റെ മിനിസ്ട്രി ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതിരുന്ന കാല അന്ന് നിന്റെ വരങ്ങൾ തുറക്കുകയായിരുന്നു. ഇന്ന് രാത്രി നിന്റെ മുള നുള്ളിക്കളഞ്ഞ അതേ സ്റ്റൈറ്റിൽ നിന്റെ വരം തുറക്കാൻ പോകുകയാ. Meladhara bacha lakaba ajala sakiba 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 rata lata 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 reheba haba 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 rata. കൃപാവരങ്ങൾക്ക് എതിരെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് മാപ്പ് പറഞ്ഞിട്ട് കർത്താവിനോട് പറ, എന്നെ ഒന്നുകൂടെ ഒന്ന് യൂസ് ചെയ്യണേ. റാറ്റ 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 റാറ്റ. നീ എന്താ വിചാരിച്ചേ? നിന്റെ മിനിസ്ട്രിയിൽ നിന്ന് നിന്നെ എഴുതി തള്ളിയെന്നോ? പിശാചേ, എഴുതി തള്ളാൻ വരട്ടെ, എഴുതി തള്ളാൻ വരട്ടെ. ഇന്ന് രാത്രി ഒരു സ്പർശനം നടക്കാൻ പോകുകയാ. ലായ് ബൈ കായ് സായ് ടായ് റൈറ്റ് ടായ് ബൈ കായ് സായ്. കൃപാവര ശുശ്രൂഷ ചെയ്യുന്നവരെങ്കിലും ഇന്ന് രാത്രി ആ വരം ജ്വലിപ്പിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ മേലുള്ള വരം ജ്വലിപ്പിക്കുക, ജ്വലിപ്പിക്കുക. Yes. Majos, majos. Hajasa, haba, hajasa. Lie by highs.
ശക്തി നഷ്ടപ്പെട്ടു പോയ ശേഷം മനുഷ്യനെ പോലെ നിന്നെ ആക്കാൻ എത്ര വട്ടം പിശാച് ശ്രമിച്ചെന്നറിയാമോ? നിന്നെ ശേഷം മനുഷ്യനെ പോലെ ആക്കി, മിനിസ്ട്രി ഇല്ലാത്തവനാക്കി, ഒരു സാധാരണ സഭാ ശുശ്രൂഷകൻ, ഒരു സാധാരണ ദൈവദാസൻ. നോ നോ, ഇന്ന് രാത്രി ആത്മാവ് പറയുക, ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിൽ പരിശുദ്ധാത്മാവ് നിന്നെ എത്തിക്കാൻ പോകുകയാ. ഹേ 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 ഹേ. കൈവച്ചാൽ ദൈവശക്തി പകരുമെന്ന് ഉറപ്പുള്ള അഭിഷിക്തന്മാർ എൻ്റെ ഒപ്പം ശുശ്രൂഷിക്കണം. അവർ നിൽക്കരുത്, അവർ നടന്ന് ശുശ്രൂഷിക്കണം. ആര്? കൈവച്ചാൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ഉറപ്പുള്ളവർ. ആ ഉറപ്പ് നിന്റെ അകത്ത് വെളിപ്പെടുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ശുശ്രൂഷ തീയ തീയ തീയ. ആത്മാവനോട് പറയുന്നു, രോഗം കൊണ്ട് ശരീരത്തെ ദണ്ണിപ്പിച്ചിട്ട് അകത്തെ ശുശ്രൂഷ വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിലും രോഗവും നീയും തമ്മിൽ പോരാടി പോരാടി സമയം മുഴുവൻ അതിന് ചെലവിട്ടിട്ട് ഫിസിക്കലി പൊങ്ങാൻ കഴിയാതെ നീ മിനിസ്ട്രി പോലും തളർന്നു പോയി എന്നുള്ള ചിന്ത വന്ന് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് കൈ കഴുകാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് രാത്രി ദൈവമോ പറയുന്നു, നിങ്ങൾ എന്ന വ്യക്തിയോട് തന്നെ പറയുന്നു, ആ സ്റ്റേറ്റിനെയും കൊണ്ട് നീ പോകത്തുള്ളൂ. നീ പോകണമെങ്കിൽ ആ സ്റ്റേറ്റിൽ റിവൈവൽ ഉണ്ടാകണം. കൃപാവര ശുശ്രൂഷ ചെയ്യാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? വരങ്ങൾ ജ്വലിപ്പിക്കാൻ ഇഷ്ടമുള്ളവർ എന്നോട് ചേർന്ന് കര ഉയർത്തി പിടിച്ചേ. അതോ പ്രസംഗിക്കാനാണോ ഇഷ്ടം? പ്രസംഗിച്ച് തീർത്താൽ ജനം പ്രതീക്ഷയറ്റു പോകും. പ്രസംഗത്തിൻ്റെ അവസാനം വരം ഓപ്പറേറ്റ് ചെയ്താൽ പിശാചിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടും. വഴി എന്നാ തുറക്കാഞ്ഞേ? പ്രസംഗിക്കാഞ്ഞിട്ടാണോ വഴി തുറക്കാഞ്ഞേ? നോ, വരമടച്ചത് കൊണ്ടാ വഴി അടഞ്ഞേ. നീ എന്ന് വരം ഓപ്പൺ ആക്കും അന്ന് വഴി തുറക്കും. വരം തുറന്ന വഴി തുറക്കും. ജോസഫ് വരം തുറന്നപ്പോ വഴി തുറന്നു. ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായി. കർത്താവ് ഇതൊന്നും അറിയുന്നില്ലേ? 10-13 വർഷം എൻ്റെ കയ്യിൽ ചങ്ങലയും കുടുങ്ങി 10-20 വെള്ളിക്കാശിന് എന്നെ വിറ്റിട്ടും തമ്പുരാൻ എന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നോർത്ത് അനുഭവങ്ങളിൽ ഒതുങ്ങാതെ വരം തുറന്നു. എന്താ കാര്യം? അവനറിയാം, അനുഭവങ്ങളെക്കാൾ വലിയൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കടന്ന് കഷ്ടങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടും വേദനയും അനുഭവിച്ച അനുഭവമുള്ളവരോട് പറയുന്നു, അനുഭവങ്ങളെക്കാൾ വലിയൊരു ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നേ. അവൻ വരം തുറന്നപ്പോൾ അവൻ്റെ വഴി തുറന്നു. എല്ലാവരും പറഞ്ഞ്, വരം തുറന്നാൽ വഴി തുറക്കും. ഇത്രയും ശബ്ദമല്ല, ഇത്രയും പേര് പറഞ്ഞ കമോൺ. വരം തുറന്ന വഴി തുറക്കും. പറ, വരം തുറന്ന ഇന്ന് തുറക്കാൻ പോവാ. എനിക്ക് എല്ലാവരോടും പ്രവചിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ നിൽക്കുന്ന ആളോട് നിങ്ങളങ്ങ് പറ, നിങ്ങളുടെ വഴി തുറക്കാൻ പോവാ. എന്താ എൻ്റെ കാര്യം? ഒന്നുകൂടെ പറ, നിങ്ങൾ വരം തുറന്നാൽ നിങ്ങളുടെ വഴി തുറന്നിരിക്കും. പറ, 1-2 പേരോട് പറ, നിങ്ങൾ വരം തുറന്ന വഴി തുറന്നിരിക്കും. തുറക്കാൻ പോവാ, വരം തുറക്കാൻ പോവാ. ഒത്തിരി ഞെരുങ്ങിയല്ലേ, ഒത്തിരി ഞരങ്ങിയല്ലേ? ഈ പുസ്തകം ഇങ്ങനെ കയ്യിൽ പിടിച്ച് മറുകയിൽ ഭിക്ഷ തേടി വഴിയിൽ നടന്നൊരു മിഷണറിയാണ് ഞാൻ. വഴിയിൽ ഭിക്ഷാടനം നടന്നപ്പോഴും ഈ കാഴ്ചപ്പാടൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോഴും ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഭിക്ഷ തേടി എത്ര നാൾ നടന്നൊരാളായി നിൽക്കുന്നറിയോ? പക്ഷെ അകത്തൊന്ന് തൊട്ടപ്പം വരവങ്ങോട്ട് ഓപ്പണായി.
ആരും സഹായിപ്പാൻ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാൻ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവൻ അന്നന്ന് വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. 32 ദിവസം ഒരു നേരത്തെ ഭക്ഷണം പോയിട്ട് ഒരു ചായ കൊടുക്കാൻ നിർവാഹമില്ലാതെ മഹാരാഷ്ട്രയിൽ കമ്പൽപ്പാട ഗാവിൻ്റെ അകത്ത് എൻ്റെ ഭാര്യ 32 ദിവസം ഒരു ചായ കുടിക്കാതെ അലഞ്ഞു വലഞ്ഞപ്പോൾ, അപ്പോഴും ഞാൻ പുസ്തകം താഴെ വെച്ചിട്ടില്ല, അപ്പോഴും ട്രാക്റ്റ് കൊടുക്കാതിരുന്നിട്ടില്ല. നടക്കുക, ട്രാക്റ്റ് എടുത്ത് നടക്കുക. കാര്യം ഞാൻ എഗ്രിമെൻ്റ് ചെയ്തത് വേറൊരു കമ്പനിയോടാ. ഒരു മനുഷ്യനോടും ഇല്ല എഗ്രിമെൻ്റ്, ഒരു മനുഷ്യനോടും ഇല്ല. വിളിച്ചത് അവനാണ്, വിളിച്ചത് അവനാണ്, വിളിച്ചത് അവനാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ദൈവം അനുവദിക്കുമ്പോൾ മറന്നുപോകല്ലേ ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി, മറന്നുപോകല്ലേ. നമ്മളെല്ലാം ഇന്ന് കാലേബുവാസോട് കടപ്പെട്ടവരല്ലേ? അല്ലേ? ആ ദൈവദാസനോട് നമ്മൾ കടപ്പെട്ടവരാ. ഇതുപോലെ കടപ്പെട്ട ചില ജംഗ്ഷനുകളുണ്ടല്ലേ. ഞാനും ആ ദൈവദാസനോട് കടപ്പെട്ടതാ. കാര്യം ഞാനിന്ന് ഇന്ത്യയുടെ ഒത്ത സെൻറ്ററിൽ നിന്നാണ് മിനിസ്ട്രി ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേറൊരാളെ കിട്ടാഞ്ഞിട്ടല്ല, എന്തോ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, എന്നോടും ദൈവത്തിന് എന്തോ ഒരു ചെറിയ നീതി. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. 32-ാം ദിവസം ഞാൻ ട്രാക്റ്റും കൊടുത്ത് എൻ്റെ മുറിയിൽ രാത്രി വരുമ്പോൾ ഞാൻ വലഞ്ഞാ വരുന്ന. കാര്യം 15 കിലോമീറ്ററാണ് ഡെയിലി നടക്കണേ ട്രാക്റ്റുമായിട്ട്. ഭാര്യയെ കാണാനില്ല, ആരോട് ചോദിക്കും? ഫോണില്ല, ഒന്നുമില്ല. ഞാൻ 2001 കാര്യം പറയുന്നത്, 2001 അന്വേഷിച്ചു, ആർക്കും അറിയില്ല. ഒത്തിരി രാത്രിയായി. 8 കിലോമീറ്റർ നടന്നൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു ലോക്കൽ ട്രെയിൻ വരിക, ആൾക്കാർ വന്നിറങ്ങി പോകുമ്പോൾ ഞാൻ നടന്നു ചെല്ലുക. എവിടെ പോയി തപ്പാനാ? യാത്രക്കാരുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടി ഭിക്ഷയാചിക്കുന്ന ഭാര്യയെ കണ്ട് പൊട്ടിക്കരയാനല്ലാതെ ഈ പുസ്തകം എന്നെ അനുവദിച്ചിട്ടില്ലായിരുന്നു. ഇരുട്ടാണ്, സ്വന്തം ഭർത്താവ് വരുന്നെന്ന് പോലും അറിയാതെ എൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്നപ്പോൾ തകർന്നുപോയി. ഇതൊക്കെ ഓരോ ജംഗ്ഷനാണ്, ഒരു മിഷനറിയുടെ ജംഗ്ഷനാണ് ഇതൊക്കെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നിൻ്റെ ഇന്നത്തെ അനുഭവം അടുത്ത തലമുറയ്ക്കുള്ള സാക്ഷ്യമാണ്. സഹോദരിമാരെ, നിങ്ങളെല്ലാം അൺസീൻ സർവൻസ് ആണ്, അൺനോൺ സർവൻസ്. ആർക്കും അറിയത്തില്ല നിങ്ങളെ, ആർക്കും അറിയത്തില്ല നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ. ഇട്ടുമാറാൻ മറ്റൊരു ഡ്രസ്സില്ലാതെ ഉത്തരേന്ത്യയിൽ വലഞ്ഞതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് എന്നോട് ചോദിക്കുക. ഞാൻ കുടുംബമായിട്ട് പറയാം. ഭക്ഷണമില്ലാത്തതിൻ്റെ, വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ സേട്ട് വന്ന് ലോക്ക് ചെയ്തിട്ട് പോകുമ്പം വെളിമ്പറമ്പിൽ കിടക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ അവിടെയല്ല അന്നേ കുറിച്ചു ഈ സ്റ്റേജ് ദൈവം. ആത്മാവ് പറയുക, ഇതിൻ്റെ ഇടയിൽ നിൻ്റെ മേലുള്ള വരവും കൂടി ഒന്ന് തൊട്ടാലുണ്ടല്ലോ, നീ ആള് മാറും. ഒരു ചോദ്യം ബാക്കിയുണ്ട്, ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ അതോ ഒന്ന് ഡൈവേർട്ട് ചെയ്യണോ? ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? സഹോദരിമാരെ, കമോൺ, ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ അതോ എൻ്റെ മേലുള്ള വരവൊന്ന് ജ്വലിപ്പിക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അവർ കര ഉയർത്തിപ്പിടിക്കുക ധൈര്യത്തോടെ. ഞാൻ പറയാതെ കൈ ഉയർത്തുന്നു. സഹോദരിമാരെ, നിങ്ങളുടെ മേൽ ദെബോര പ്രവാചകിയായിരുന്നു, ഫേബ കെങ്ക്രയ സഭയിലെ മിനിസ്റ്ററായിരുന്നു, എസ്തർ രാജ്യത്തിൻ്റെ തലപ്പത്തെത്തിയ ഒരു മകളായിരുന്നു. ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വരം നിങ്ങൾ തുറന്നാൽ നിങ്ങളുടെ വീട്ടിൽ അനേകരെ സഹായിക്കാനുള്ള വഴി എൻ്റെ കർത്താവ് നിങ്ങൾക്ക് തുറക്കാൻ പോകുകയാ. ഇന്ന് രാവിലെ ജ്വലിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ വരമൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ അവൻ തയ്യാറാ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇങ്ങനെ ഇവിടെ ഒരു ക്യാമറാമാൻ നിൽപ്പുണ്ട്, ഇതുപോലൊരു ക്യാമറാമാൻ
ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു ടി വിക്ക് വേണ്ടി പ്രീച്ച് ചെയ്യുക. ജസ്റ്റ് ഒരു ക്യാമറ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. മെസ്സേജ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ടി വിയുടെ സ്ക്രീനിൽ എഴുതി കാണുക ഒരു പേര്, ആ പേരുള്ള വ്യക്തി ഇന്ന രാജ്യം ഞാൻ എഴുതി കാണുന്നു, വായിക്കുക. എപ്പോഴാ നിന്റെ വരവൊന്ന് ജോലിക്കുന്നതല്ലേ? എന്നിട്ട് കർത്താവ് ഒരു ടൈം പറയുക. ആ ടൈമിൽ നിന്റെ ലൈഫിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത, നീ ഇന്ന് കുരുങ്ങിക്കിടക്കുന്ന ഒരു വലിയ വിഷയത്തിന് കർത്താവ് നാളെ ഈ ടൈം ആകുമ്പോൾ ഒരു മിറക്കിൾ തരാൻ പോവാ. അത് ചെയ്യുന്നത് മറ്റാരുമല്ല, നിന്റെ കമ്പനി തന്നെയായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. ക്യാമറമാൻ്റെ അവിടെ ക്യാമറയും ഉണ്ട്, അവിടെ നമ്മളീ പറയുന്ന അന്തരീക്ഷമൊന്നുമില്ല. എന്നാ കാര്യം? നമ്മളാ അന്തരീക്ഷം, നമ്മളാ അന്തരീക്ഷം. കമാൺ, നിങ്ങളെന്ന ഒറ്റ വ്യക്തിയാണ് ആ സ്റ്റേറ്റിൻ്റെ അന്തരീക്ഷം. എത്ര ആഭിചാരകനുണ്ടെങ്കിലും, എത്ര മന്ത്രവാദി ഉണ്ടെങ്കിലും, എത്ര പൈശാചിക ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിലും, അർത്തമീസിന്റെ മണ്ണിൽ പൗലൂസാണ് അന്തരീക്ഷം. ഞാൻ നോർമലായി, ഞാൻ ആമേൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. ഉടനെ ക്യാമറമാനോട് ചോദിച്ചു, എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് വേറെ ചെയ്യാൻ? ഞാൻ പറഞ്ഞു, വേണ്ട, ഇത് ഞാനല്ല ഇതിൻ്റെ ഓണർ. ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഒരു പേര്, ആ വ്യക്തിയുടെ രാജ്യം, നാളെ ഈ സമയത്ത് അതിന് മിറക്കിൾ നടക്കാൻ പോവാ, ഇട്ടോളം പറഞ്ഞു. ടെലികാസ്റ്റ് ചെയ്തു. വൈകുന്നേരം എനിക്കൊരു കോള്, പാസ്റ്റർ പറഞ്ഞ രാജ്യത്തു നിന്നാണ്, പറഞ്ഞ ആടെ ഭാര്യയാണ് വിളിക്കുന്നത്. ആമേ പാസ്റ്റർ, ഒരിക്കലും നടക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല, പക്ഷേ പാസ്റ്റർ പറഞ്ഞല്ലോ, ഞങ്ങൾ വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം പുള്ളിയുടെ ഹസ്ബൻഡ് വിളിച്ചേക്കുന്നു, പാസ്റ്ററെ നമ്മുടെ ദൈവം എന്നാ ദൈവമല്ലേ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത്ഭുതം നടന്നു പാസ്റ്ററെ. പാസ്റ്റർ എപ്പോഴാണ് ഈ രാജ്യത്തോട്ടൊന്ന് വരുന്നത്? ആ വരം തുറന്നപ്പോൾ ദൈവദാസനെ, നിങ്ങൾ ഏത് സ്റ്റേറ്റിലും ആയിക്കൊള്ളട്ടെ, സെയിം അനോയിൻറ്റിങ്, സെയിം അതോറിറ്റി. നിങ്ങളുടെ മിനിസ്ട്രി തീർന്നിട്ടില്ല, നിങ്ങളുടെ മിനിസ്ട്രി തീർന്നിട്ടില്ല. ശക്തമായൊരു വരം നിങ്ങളിൽ കിടപ്പുണ്ട്. അത് ഇന്ന് വരെ അതുപോലെ ജ്വലിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അതിന്ന് രാത്രി ജ്വലിക്കാൻ പോവാ, അതിന്ന് രാത്രി ജ്വലിക്കാൻ പോവാ, അതിന്ന് രാത്രി ജ്വലിക്കാൻ പോവാ, അതിന്ന് രാത്രി ജ്വലിക്കാൻ പോവാ. ഞാനത് ജ്വലിപ്പിക്കുമെന്ന് എത്ര പേർ പറയുക? ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ഇവിടെ തന്നെയാ നിങ്ങൾക്ക് വരം ജ്വലിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം. ഈ ഒരൊറ്റ കുടക്കീഴിൽ ഓർക്കുന്നുണ്ടോ? മിനിസ്ട്രി ഏൽപ്പിച്ച ആദ്യ സമയം 2, 3, 4 മണിക്കൂർ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്നത് ദൂത് പ്രാപിച്ചോണ്ടാ, ചില വീടിനെ കുറിച്ചുള്ള ദർശനം പ്രാപിച്ചോണ്ട്. എനിക്കൊണ്ടൊരു ദൈവദാസൻ, 10-25 വർഷത്തിന് മുമ്പത്തെ കാര്യം പറയണേ. ഒരു ഹസ്ബൻഡും വൈഫും, അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററും കുടുംബവും, 2 പേരും കൃപാവരം ഉപയോഗിക്കുന്നവരാണ്. 2 പേരും ദൈവവചനം അസാധാരണമായി പ്രസംഗിക്കും. എന്നെ ശുശ്രൂഷയാണെന്നറിയോ? ഞങ്ങൾ 3 പേരുടെ പ്രാർത്ഥിക്കുകയായിരിക്കും. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് 6-7 മണിക്കൂർ കഴിഞ്ഞാൽ പ്രാർത്ഥന ആമേ പറയുന്നു. എന്നാ കാര്യം? ദൈവം ഏൽപ്പിച്ചത് വെളിപ്പെടണം. ദൈവം ഏൽപ്പിച്ചത് വെളിപ്പെടാൻ പ്രാർത്ഥനയല്ലാതെ വേറെ വഴിയില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി ദൈവശബ്ദം അറിയിക്കാൻ വേണ്ടി സമയമായി. എനിക്കറിയാം ആ സമയം. കാര്യം അപ്പോൾ ആ സഹോദരിയുടെ ഭാഷ ചേഞ്ചാവും, അന്യഭാഷ ചേഞ്ചാവും. സ്തോത്രം. പ്രാപിച്ച ഭാഷ തന്നെ 10, 20, 30 വർഷം പറഞ്ഞുകൊണ്ട് പോയാൽ നമ്മൾ മാറുകയില്ല. പ്രാപിച്ച ഭാഷ ഒറ്റയ്ക്കിരുന്ന് 2-3 മണിക്കൂർ പറഞ്ഞു നോക്കിക്കേ, പുതുഭാഷ വരും. പുതുഭാഷ പറയാൻ തുടങ്ങിയാൽ നീ ആള് മാറും. നീ ആള് മാറിയാൽ നിനക്ക് 1000-ങ്ങളെ മാറ്റാൻ കഴിയും. ഇന്ന് രാത്രി പുതുഭാഷ കൊണ്ട് പരിശുദ്ധാത്മാവ് ഒന്ന് അലങ്കരിക്കാൻ പോവാ. അപ്പോൾ ഈ സഹോദരി പെട്ടെന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട്, എനിക്കറിയാം കുതിര ചാടുന്ന പോലെയൊക്കെയാ പുള്ളി ചാടുന്ന. അന്യഭാഷ പറഞ്ഞിട്ട് മുട്ട ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുതിര ചാടുന്ന പോലെയൊക്കെയോ. നമുക്ക് വെളിപ്പാടൊന്നും ഇല്ല. നമ്മൾ പറയും ദുരാത്മാവെ വിട്ടുപോകാൻ പറയും. വെളിപ്പാടുണ്ടേ എന്ന് പറയും, ചാടട്ടെ ഒന്നുകൂടെ. പറഞ്ഞേ ആമേ. നിനക്ക് കൈ തന്നത് കൈ വെച്ച് ഇരുത്താനല്ല, കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാനാ.
പറ, എനിക്ക് കൈ തന്നത് കൈ വച്ച് ഇരുത്താനല്ല, പിന്നെ കൈ വച്ച് എഴുന്നേൽപ്പിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈ വച്ച് ഇരുത്തുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തത് കൈ വച്ച് എഴുന്നേൽപ്പിക്കാനാ. ഈ സഹോദരി ദൂത് പറയുക, ഹസ്ബൻഡിനോട് പറയുക, പെട്ടെന്ന് എഴുന്നേൽക്കുക. പുള്ളി ചാടി എഴുന്നേറ്റ്. ഭർത്താവാണ് അസാധാരണ വെളിപ്പാടുള്ള ആളാ. ഞാൻ പറയുന്ന വഴിയെ ഓടിക്കോളാൻ പറഞ്ഞു. ഭർത്താവിനോട് ദൂത് പറയുക, ഞാൻ പറയുന്ന വഴി എന്ത് ചെയ്യണം, ഓടണം. അപ്പോൾ എൻ്റെ മിനിസ്ട്രിയുടെ ആദ്യ സമയം, ഞാനാണ് ഇങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞ് എതിരെ പറഞ്ഞിട്ടില്ല കേട്ടോ, സത്യമായിട്ടും. ഹല്ലേലൂയ. പറയാൻ നാവ് പൊങ്ങത്തില്ല, കാര്യം അകത്തറിയാം, ആത്മാവിലറിയാം. ഇന്ന വളവിൽ ചെല്ലുമ്പോൾ ആ വളവിൻ്റെ വലതുവശത്തൊരു വീടുണ്ട്, അത് അടച്ചിട്ടിരിക്കുക, ചവിട്ടി തുറന്നോണം. അതിൻ്റെ അകത്തൊരാൾ സൂയിസൈഡ് ചെയ്യാൻ കയറിക്കൊണ്ടിരിക്കുന്നു. ദൂത് കേട്ടോണേ ഹസ്ബൻഡ്, ഈ ദൈവദാസൻ ഓടുക, പുറകെ ഞാനും ഓടുക. നേരെ ആ വളവിൽ ചെന്നു, വലതുവശത്തെ വീട് ചാടിക്കേറി ചവിട്ടി തുറന്നു. നിങ്ങളൊന്ന് ഓർത്തേ, ഒരു അഭിഷിക്തനെ, ഒരഭിഷിക്തനെ. എന്താ ആമയെ പറയാത്തെ? നമ്മൾ ചിന്തിച്ച് നിന്നാൽ ഒക്കത്തില്ല. പിന്നെ കയ്പ് വെള്ളം വലിച്ചു കുടിച്ച് വളർന്നു നിൽക്കുന്ന പടുവൃക്ഷത്തിൻ്റെ കൊമ്പൊടിച്ച് വെള്ളത്തിൽ ഇടാൻ പറഞ്ഞാൽ ഏത് മോശ ഇടുമല്ലേ? കാര്യം കുടിച്ച് വളരുന്നതേ കയ്പാണ്. പക്ഷേ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അനുസരിക്കുന്ന ഒരാളെ കൊണ്ട് ഏത് രാജ്യത്തിൻ്റെയും കയ്പ് മാറ്റാൻ എൻ്റെ ദൈവം തയ്യാറാണ്. ആമേൻ. ആ ദൈവദാസൻ ചവിട്ടി തുറന്നു, പുള്ളി അകത്ത് കയറി, പുറകെ ഞാനും കയറി. നിങ്ങൾക്കറിയോ, മേളിൽ കയറി ഒരാൾ ഇരിക്കുക കുരുക്കിടാൻ വേണ്ടി. ഒറ്റ വിളിയാ, ഇറങ്ങാൻ പറഞ്ഞു. ഉടനെ പുള്ളി താഴോട്ട് നോക്കി. എന്താന്ന് ചോദിച്ചു. യേശുവിന് തന്നെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയോ, ആ മകൻ ഇന്ന് ഈ കേരളക്കരയിലെ ഒരു സഭാ ശുശ്രൂഷകനാണ്. ആ മേളിൽ കയറിയ പുള്ളി. നീ വരം തുറന്നാ ഉണ്ടല്ലോ, നിന്റെ സ്റ്റേറ്റ് നിന്റെ കൂടെ പോരും. നീ വേല ചെയ്യുന്ന ഗ്രാമത്തിലെ പിശാച് നിന്റെ ഗ്രാമം വിട്ട് മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ പ്രവചനം പുറത്തെടുക്ക്, നിന്റെ രോഗശാന്തി പുറത്തെടുക്കുക, നിന്റെ വിശ്വാസത്തിൻ്റെ വരം പുറത്തെടുക്കുക. ഇന്ന് ഞാനത് എടുക്കുക എന്ന് പറയാമോ? ഇന്ന് എൻ്റെ രാത്രിയാന്ന് എത്ര പേർ പറയും? ഖമാ. ഈ കഴിഞ്ഞ ഇടയിൽ എൻ്റെ ചർച്ചിൽ ഒരു സഹോദരൻ, ഞാൻ ആദ്യം കാണുന്നൊരു സഹോദരൻ നേരത്തെ വന്ന് യോഗത്തിനിരിക്കുക. ഞാൻ നേരത്തെ ചെല്ലുന്ന കൂട്ടത്തില്ല, നേരത്തെ ചെന്നിരിക്കുക. അപ്പം ഞാനിങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ് കേട്ടോ. മാതൃഭാഷയേക്കാൾ നല്ലത് അപ്പൻ്റെ ഭാഷയാണ്. അന്യഭാഷ അമ്മയുടെ ഭാഷയല്ല, അപ്പൻ്റെ ഭാഷയാണ്. അധികം അന്യഭാഷ പറയുന്നവർ അധികം പ്രയോജനപ്പെടും. അധികം പൗലോസ് എന്താ പറഞ്ഞു? 1 കൊരിന്ത്യർ 14:18 നിങ്ങളെല്ലാവരെക്കാളും അധികം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് ഒത്തിരി നേരം അന്യഭാഷ പറയാൻ പറ്റുന്നത് തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതൊരു കൃപയാണ്. അധികം പറയാൻ തുടങ്ങിയാൽ അധികം ചെയ്യിപ്പിക്കും ദൈവം നിന്നെ കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്നിരിക്കുമ്പോൾ, ബ്രദർ എന്താ പേര് എന്ന് വേണ്ടേ അദ്ദേഹത്തോട് ചോദിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയ ഉടനെ കർത്താവ് ഒരു പേരെനിക്ക് തരിക. എന്നിട്ട് എന്നോട് കർത്താവ് പറയാതെ പുള്ളിയുടെ ഭാര്യയുടെ പേരെ ഇങ്ങോട്ട് അടുത്ത് വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു, നിൻ്റെ പരിപാടിയെല്ലാം നിർത്തി നീ കർത്താവിൻ്റെ വേലക്കാരനാകാൻ പോവുക, പറഞ്ഞോളാൻ പറഞ്ഞു. സഭായം തുടങ്ങിയിട്ടില്ല. ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ പേര് ഇതല്ലേ? ആന്നു പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നതൊരു ചോദ്യം ചോദിക്കാനല്ലേ? അന്നു. അതിന് ഉത്തരം അങ്ങോട്ട് പറയുക, നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ പോവുക. ഇന്ന് അദ്ദേഹം പാലായിലൊരു സഭയുടെ പാസ്റ്ററാണ്. വരം തുറക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? വരത്തിനെതിരെ ഞാൻ പറയില്ല. എൻ്റെ നാവ് വരം ഉപയോഗിക്കാനാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇത് വെളിപ്പെടാതെ, ഇത് ജ്വലിക്കാതിരിക്കുമ്പോൾ വേദനയുള്ള എത്ര പേരുണ്ട്? ഈ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു കർത്താവിൻ്റെ ഒരു ചാനലിന് അങ്ങോട്ട് വെളിപ്പെട്ട് വന്നില്ല, പിന്നെ എനിക്ക് എന്നാ ടെൻഷനാണെന്നറിയോ? ഭയങ്കര വിഷമമാണ്. കാര്യം ഇത് നമ്മൾ കൂലിക്ക് ഇറങ്ങിയതല്ലല്ലോ, ഇത് അവസാനമല്ലേ തീർക്കണേ, ശരിയല്ലേ? ഇത് ടെൻഡർ പിടിച്ചിരിക്കുക, പണിയെല്ലാം തീരുമ്പോൾ അവിടെ ചെന്നല്ലേ ഇത് തീർക്കുന്നേ. യെസ് ഓർ നോ? അപ്പം അത് വെളിപ്പെടാതിരിക്കുമ്പം വിഷമമുള്ളവർ എത്ര പേരുണ്ട്? കൃപാവരം ജ്വലിക്കാതിരിക്കുന്നു, എൻ്റെ മിനിസ്ട്രി വെളിപ്പെടാതിരിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് എന്നോട് ചേർന്ന് പറയാൻ പറ്റുന്നവരാണ്. അത് ഇച്ചിരി പാടാണ്. ഞാൻ സക്സസ് ആണെന്ന് പറയാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ ജഡം പറയും സക്സസ് ആണ്, എൻ്റെ ആത്മാവ് പറയും ഫെയിലാണ്. പലപ്പോഴും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഫെയിലാണ്. ശരിയാ, ഞാൻ ഫെയിലാണ്. വൈ? ഒരു ദിവസം ഒരു പ്രസംഗം കൊണ്ട് തീർത്ത് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങിയാൽ ഞാൻ ഫെയിലാണ്. ഇന്ത്യ എന്ന വലിയ രാജ്യം ഒരു പ്രസംഗം കൊണ്ടൊന്നും ചെയ്യാൻ ദൈവത്തിനില്ല. പറ്റുമെങ്കിൽ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ കത്തിയതുപോലെ തീക്കകത്തുനിന്ന് ഒരാളെ ഇറക്കാനോ
തീക്കകത്തുനിന്ന് ഇറങ്ങാനോ തയ്യാറുള്ള ഒരാളുണ്ടെങ്കിൽ മിനിമം 6 ലക്ഷത്തിൻ്റെ വിടുതൽ നടക്കും. ഒന്നുകൂടെ പറയുന്നു, തീക്കകത്തുനിന്ന് ഒരാളെ ഇറക്കാനോ, ഇതിൻ്റെ അകത്ത് തീക്കകത്തുനിന്ന് ഇറക്കാൻ വേണ്ടിയാ കാലേബ് പാസ്റ്റർക്ക് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുത്ത ഒരു ആലോചന, ഒരാശയമല്ല, ആലോചന. അതുകൊണ്ട് ആ തീ കത്തിക്കുക എന്നുള്ള പാട്ട് ഇവിടെ പാടിയത്. ഒന്നുകിൽ തീക്കകത്തുനിന്ന് ഇറക്കുക, അല്ലെങ്കിൽ തീക്കകത്തുനിന്ന് ഇറങ്ങുക. ഞാൻ ഇതുപോലെ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തൊരു പൈശാചിക മേഖലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് 24 മണിക്കൂറും അവിടെ ഇങ്ങനെ ആരാധന നടക്കുക. പിശാചിൻ്റെ കോട്ടയാണ്. ഞാൻ ഇപ്പുറത്തെ മുറിക്കകത്തിരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഫാസ്റ്റിംഗ് ആണ്. കർത്താവേ, ദേശത്ത് ആത്മാക്കളെ തരണം. അപ്പുറത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് കിടക്കുക, ഇപ്പുറത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതിരാവിലെ ഒരാൾ വന്ന് കോളിംഗ് ബെല്ലടിച്ചു. വന്നപ്പം എനിക്ക് ആ വേഷമൊക്കെ കണ്ടപ്പം മനസ്സിലായി ഇത് അപ്പുറത്തെ പുള്ളിയാ. അതുപോലെ വന്നിരിക്കുക, പരിചയപ്പെടാൻ വന്നോ? ഞാൻ പറഞ്ഞു കയറിയാട്ടെ. അതേ വേഷം, കയറിയാട്ടെ. നോ, എൻ്റെ കൂടെ വന്ന് അപ്പുറത്ത് വന്ന് പരിചയപ്പെടാം. ഓക്കെ, ഞാൻ വരാം. ഞാൻ എൻ്റെ ഈ ആയുധം എടുത്തുകൊണ്ട് ഞാൻ ചെല്ലുക. അവിടെ ചെന്നു, ഏതാ തൊട്ടപ്പുറത്ത് ഒരു മതിലിനപ്പുറത്ത്, നമുക്ക് കയറാനൊക്കത്തില്ല, പക്ഷെ വിളിച്ചു കയറ്റുക. നമ്മൾ കയറുക, സന്തോഷത്തോടെ കയറി. എന്നോട് പറഞ്ഞ് ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തോട്ട് വരാൻ പറഞ്ഞു. കയറിയിരുന്നു. അദ്ദേഹം ഇരുന്നിട്ട് വരച്ചു, കുറേയൊക്കെ നിരത്തി. ഞാനവിടെ നിൽക്കുക, വളരെ ശാന്തനായി. പരിചയപ്പെടാൻ കൊണ്ടുവന്നാണേ. കുറച്ച് കഴിഞ്ഞു അദ്ദേഹം എന്നെ നോക്കി, ഞാൻ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊക്കോളം പറഞ്ഞു. ഞാൻ ചോദിച്ചു പരിചയപ്പെടണ്ടേ? പരിചയപ്പെട്ടു. ഞാൻ തിരിച്ചിറങ്ങി ചെരുപ്പ് വിട്ട് ഞാൻ പോരുവാ. പിറ്റേ ദിവസം രാവിലെ ഇതുപോലൊരു കോളിംഗ് ബെൽ. ഈ മനുഷ്യൻ സാധാരണ ഡ്രസ്സിൽ കയ്യിലൊരു ബാഗും പിടിച്ചു വന്ന്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കണോ? നമ്മൾ 2 പേരും കൂടി ഇവിടെ വേണ്ട, ഒരാൾ മതിയെന്ന്. പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക, നീ എവിടെ പാർക്കുന്നു എന്നോ അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണെന്നും ഞാൻ അറിഞ്ഞതുകൊണ്ട് പേടിച്ച് സർദീസിലോട്ട് പൊക്കോളാനല്ല കർത്താവ് പറയുന്നത്. യു ആർ എ അനോയിന്റഡ് പേഴ്സൺ. നിന്റെ മേലൊരു അഭിഷേകമുള്ളതിനാൽ ആ അഭിഷേകത്തോടെ നീ നിൽക്ക്. ആ അർത്തമീസിന്റെ അടിത്തറ ഇളക്കാൻ ഇന്ത്യയിൽ ആത്മാവ് നിന്റെ മേലുള്ള വരം ഇന്ന് രാത്രി ജ്വലിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ 1-2 നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നറിയോ? തമ്മിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഇതൊരു പകർച്ചയുടെ രാത്രിയാണ്. ഇതൊരു പകർച്ചയുടെ രാത്രിയാണ്. എൻ്റെ ഉള്ളം കൊതിക്കുക, എൻ്റെ ഉള്ളം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അതിനേക്കാളുപരി എൻ്റെ ഉള്ളം ഒത്തിരി കരയുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. കാലുകഴുകൽ ശുശ്രൂഷയും കൂടി ഇന്ന് രാത്രി ഉണ്ടായിരുന്നേ. മൊത്തം ദൈവദാസന്മാരുടെ കാല് കഴുകാൻ ഞാൻ തയ്യാറാണ്. കാര്യം നിങ്ങളുടെ കാല് പർവ്വതങ്ങളിൽ മനോഹരമാണ്. നിങ്ങൾ ചവിട്ടി നടന്ന മേടുകൾ, നിങ്ങൾ ചവിട്ടി നടന്ന പർവ്വതങ്ങൾ എൻ്റെ കർത്താവ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, അതേ സ്ഥലത്ത് വേറൊരു ഗസ്റ്റ് സ്പീക്കറെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാനല്ല, നിന്നെ തന്നെ, നിന്റെ മിനിസ്ട്രി തുറന്നിട്ട്, നിന്റെ അഭിഷേകം തുറന്നിട്ട്. കമാൺ, എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ഹോൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒന്നിച്ച് ഈ പകർച്ചയിലേക്കൊന്ന് പോകാൻ പോകുകയാ. അസാധാരണമായ ഒരു പകർച്ച വെളിപ്പെടാൻ പോവാ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസൻ കേരളക്കരയിൽ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് മിനിസ് ചെയ്യുക. അദ്ദേഹം മിനിസ് ചെയ്യുന്ന അറിഞ്ഞിട്ട് ഞാനും എൻ്റെ വൈഫൂടെ 8 മണിയായപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് വന്ന് നിൽക്കുക. രാവിലെ 8 മണിയായപ്പോൾ മീറ്റിംഗ് തുടങ്ങുന്നത് 10:30. ഞാൻ 8 മണിക്കാണ് വന്ന് നിൽക്കുക. എന്തിനാണെന്നറിയോ? ഫ്രണ്ട് സീറ്റ് വേണം. മനസ്സിലാകുന്നുണ്ടോ? ഫ്രണ്ട് സീറ്റ് കാലിയായി കിടക്കുന്ന ഒരു സഭയിലും ഉണർവുണ്ടാകുകയില്ല. ഫ്രണ്ടിൽ ഇരിക്കാൻ ആളില്ല, പിന്നെ കർത്താവ് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞേ ആമേ. ഓഡിറ്റോറിയം തുറന്ന് ഞങ്ങൾ 2 പേരുടെ ഫ്രണ്ടിലൊരു കസേര ഞങ്ങൾ തന്നെ എടുത്തിട്ടങ്ങ് ഇരുന്ന് 10:30 യോഗം തുടങ്ങി. പ്രസംഗം ഗസ്റ്റ് വരുന്നത് 12:30. വന്നു നിന്നു. ആയിരക്കണക്കിന് ജനം തമ്പടിച്ചിരിക്കുന്നൊരു യോഗം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ ആരും ഇരിക്കാതിരിക്കാൻ. ഏറ്റവും ഫ്രണ്ടിൽ ഞാനാണ്. കാരണം എനിക്ക് ദൈവത്താൽ പ്രയോജനപ്പെടണം. ഞാൻ അതുകൊണ്ട് നേരത്തെ അഭിഷേകത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ അനുഗ്രഹം വേണം, അഭിഷേകം വേണം. പറഞ്ഞേ ആമേ. അദ്ദേഹം വന്ന് നിന്നിട്ട് ആദ്യം പറഞ്ഞത്,
നിങ്ങളൊന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അയ്യോ എൻ്റെ സന്തോഷം. ഞാൻ എഴുന്നേറ്റ്. ഇദ്ദേഹത്തെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്നെ കൈ ഉയർത്താൻ പറഞ്ഞു. എൻ്റെ ഭാര്യ കൈ ഉയർത്തി. അറിയാം. വേറെ ആർക്കും അറിയാമെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് പുള്ളി ഒരു ദൂത് പറഞ്ഞു. തുടങ്ങിയത് എനിക്കറിയാവൂ. പിന്നത്തെ ദൂത് ഞാൻ അറിഞ്ഞത് അവരുടെ ഇതുപോലെ ക്യാമറ ഉണ്ടായിരുന്നു. അന്ന് ലൈവ് ഒന്നുമില്ല. CD ഇറങ്ങി. ആ CD വാങ്ങിയിട്ട് എന്നോടുള്ള ദൂത് ഞാൻ തിരിച്ചറിഞ്ഞു. അത്രയും നേരം ഞാൻ നിലത്ത് വീണ് കിടക്കുക. ഇതുപോലെയൊന്നുമല്ല, മണ്ണാണ്. തിരിച്ച് ബസ്സിനാണ് പോകുന്നത്. എൻ്റെ വെള്ള ഷർട്ടെല്ലാം അങ്ങ് ഇതായി. ഞാനൊരു ഭ്രാന്തൻ്റെ ലുക്കായി. ബസ്സിലെ കണ്ടക്ടർ വന്ന് എൻ്റെ ഭാര്യയുടെ മുഖത്താണ് നോക്കുന്നത്. എന്നുവെച്ചാൽ ഈ ഭ്രാന്തനെ കൊണ്ട് എവിടെ പോയി എന്നുള്ളതാണ്. ആ ഭ്രാന്തന ഇന്ന് രാത്രി ഇവിടെ നിൽക്കണേ. നീ പിടിച്ച് നിൽക്ക്. മരണം വരെ ഇങ്ങനെ നിൽക്കാം. പിടിവിട്. ആത്മപകർച്ചയിലേക്ക് വഴുതി വീട്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോവാ. ഞാനൊരു സഭയിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേര് സ്നാനപ്പെട്ട് വരികയാണ്. വളരെ പെട്ടെന്നൊരു സൺഡേ ആരാധനയിൽ ദൈവശക്തി ഇറങ്ങി. അസാധാരണമായ മിറക്കിൾസ് നടക്കുന്നു. ആരാധന കഴിഞ്ഞ ഉടനെ എൻ്റെ ലീഡർ വിളിച്ചു. പെട്ടെന്ന് ആ സഭയിൽ നിന്ന് മാറണം. ഞാൻ ചോദിച്ചു, അച്ഛാ മാറണമെങ്കിൽ ഞാൻ മാറാം, എനിക്ക് സന്തോഷമാണ്. പക്ഷേ പെട്ടെന്ന് ഇന്ന് രാത്രി മാറണം. ഞാൻ പറഞ്ഞു, വെച്ചാൽ അടുത്ത ഞായറാഴ്ച സഭായോഗത്തിൽ ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് നോ, ഞാനാ പറഞ്ഞേ ഇന്ന് രാത്രി മാറും. ഞാൻ ചോദിച്ചാൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റല്ല, ആത്മാവ് പറഞ്ഞിട്ടാ. എന്നെ ലീഡറല്ലേ, ആത്മാവ് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ മാറാം. എനിക്കൊരു സൈക്കിളിൻ്റെ അകത്തൊരു കവറ്, ആ കവറിൻ്റെ അകത്ത് വെക്കാനുള്ള തുണിയേ എനിക്കുള്ളൂ. എടുത്ത് സൈക്കിളെ വെച്ച് കരഞ്ഞുകൊണ്ട് സൈക്കിളെ വിട്ടുവാ. എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞിട്ടുമില്ല. മാറിക്കോളാൻ പറഞ്ഞു. രാത്രിയാകുന്നതിന് മുമ്പേ ഞാൻ ഹായ് പറഞ്ഞു മാറി. ഞാനിങ്ങനെ സൈക്കിൾ ചവിട്ടി എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി എന്നെ ഒന്ന് സഹിക്കണം, ഞാൻ അങ്ങോട്ട് വരുവാ. അത് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ കരഞ്ഞോണ്ടാണ് പോകുന്നത്. കർത്താവേ, 2.5 വർഷം നേടി ആത്മാക്കളോടൊരു ഹായ് പറയാൻ പറ്റാതെ എൻ്റെ ലീഡർ എന്നെ മാറ്റുക. നീ അറിയുന്നല്ലോ. സൈക്കിൾ ചവിട്ടി ഒരു ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഇടിമുഴക്കം പോലൊരു വോയിസ് കേട്ടു. വോയിസ് കേൾക്കുകയും ഞാൻ തെറിച്ചു പോവുകയും ഒരുപോലെയാണ്. സൈക്കിൾ റോട്ടിലേക്ക് തെറിച്ചു. ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തെറിച്ചു. അവിടെ ഒരു ചെളി പോലെ കിടക്കുന്നൊരു സ്ഥലം. എൻ്റെ ബൈബിളും ആ കവറും എല്ലാം തെറിച്ചു. ഞാൻ കേട്ടതൊരു വോയിസാണ്. ആ വോയിസ് ഒരു വചനമാണ്. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു, തപ്പാൻ തുടങ്ങി. ഈ വാക്യം തപ്പുക. അപ്പോൾ ആൾക്കാരെല്ലാം വട്ടം കൂടി. അവർക്ക് മനസ്സിലായി ഞാൻ എന്തോ സംതിങ് ഈസ് പ്രോബ്ലം. ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. എനിക്ക് കിട്ടിയ വചനം. സന്തോഷമായി. എൻ്റെ ശരീരമെല്ലാം ചെളി പിടിച്ചെന്നുള്ള സത്യം. പക്ഷേ ആ ഒരു എൻകൗണ്ടർ എനിക്ക് മറക്കാനൊക്കത്തില്ല. ഇന്ന് രാത്രി ഒരു എൻകൗണ്ടർ നടക്കാൻ പോവാ. ഇന്ന് രാത്രി ശനിയാഴ്ച രാത്രി എൻ്റെ ലീഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ 8 വിശ്വാസിയുള്ളൊരു സഭയിലോട്ട് പോവാ. ഞാൻ ചോദിച്ചു, എന്തിനാ പോകുന്നേ? സാം പാസ്റ്റർ ആ സഭയിൽ ചാർജ് എടുക്കാൻ വരുമെന്ന് പറയാൻ പോവാ. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ്റെ ചർച്ചിൽ ആരാ? സാം പാസ്റ്റർ മിനിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാനോ? 550 പേരാ ചർച്ചിലുണ്ട്. 550 പേരുടെ മുമ്പിൽ ഞാൻ നിന്നിട്ടില്ല. സാം പാസ്റ്ററെ, നിങ്ങളുടെ മേലുള്ള വിളി ചെറുതല്ല എന്ന് എനിക്കറിയാം. നിങ്ങളോട് ഇന്നലെ ദൈവം പറഞ്ഞ ആ വചനം നിങ്ങൾ നാളെ ഇവിടെ മിനിസ്റ്റർ ചെയ്യണം. ഇങ്ങനത്തെ ലീഡേഴ്സിനായി സ്തോത്രം പറഞ്ഞു. അങ്ങോട്ട് ആമേൻ വരുന്നില്ലല്ലേ? പോരാ, ശബ്ദം ഉയർത്തി ആമേ. ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രവാചക ശുശ്രൂഷകൻ്റെ വീട്ടിലെ യോഗത്തിന് മിനിസ്റ്റർ ചെയ്യാൻ ക്ഷണിക്കപ്പെട്ട ഞാൻ തലേ ദിവസം രാത്രി ഉറങ്ങാതിരുന്നു പ്രാർത്ഥിക്കുക. കാര്യം അദ്ദേഹം ലോകരാജ്യങ്ങളിൽ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് 100 കണക്കിന് പേർ കൂടുന്ന യോഗം. ഞാൻ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ച് 5 മണിയായപ്പോൾ ഉറക്കം വന്ന ഞാൻ ഒറ്റ ഉറക്കമാണ്. ഉറങ്ങിയപ്പോൾ കണ്ട സ്വപ്നം 7 വ്യക്തികളുടെ മുഖമാണ്. 7 വ്യക്തികളുടെ ഫേസ് കാണുമ്പോൾ ഈ സ്വപ്നത്തിന് ആത്മാവ് പറഞ്ഞു തരിക, 7 ദുരാത്മാവ പുറത്താക്കിയിട്ട് പോരാൻ. ചാടി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നേരത്തെ അവിടെ എത്തി. ആ പ്രവാചകൻ സ്വീകരിച്ചു, കൊണ്ടുവന്ന് മീറ്റിങ്ങിൽ സൈഡിൽ കൊണ്ടിരുത്തി. യോഗത്തിന് വന്ന് ഞാൻ കണ്ണടയ്ക്കണില്ല, ഞാനിങ്ങനെ നോക്കുക. എന്താ നോക്കുന്നറിയോ? 7 പേരുടെ ഫേസാണ്. ഞാൻ ഇങ്ങനെ നോക്കുന്ന കണ്ടുകൊണ്ട് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, കണ്ടോ 7 പേരെ? ഏഴ് പേരെ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തായി പറയണേ? ഇന്നലെ രാത്രി അവിടെ പറഞ്ഞ ആൾ ഇവിടെയും പറഞ്ഞു കഴിഞ്ഞു. എഴുന്നേറ്റ് 7 പേരെയും വിടുവിച്ചോളാൻ പറഞ്ഞു. എത്ര പേർക്ക് ആ പകർച്ചയിൽ വിശ്വസിക്കാൻ കഴിയും? അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടറിലേക്ക്
ഇന്ന് രാത്രിയിലെ ഈ യോഗത്തെ പരിശുദ്ധാത്മാവ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാ. എല്ലാവരും കര ഉയർത്തി പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഈ യോഗത്തെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തേ. കമാൺ കമാൺ. ഹോളി സ്പിരിറ്റിൻ്റെ കയ്യിലേക്ക്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. വായി തുറന്ന് വിളിക്കുക, ഹോളി സ്പിരിറ്റ്. ഒത്തിരി പേര് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി പേര് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. വാവിട്ട് കരയുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ കരച്ചിൽ നിങ്ങളുടെ കരച്ചിലല്ല, അത് നിങ്ങളുടെ അകത്തെ ആത്മാവിൻ്റെ കരച്ചിലാണ്. ആത്മാവിൻ്റെ കരച്ചിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യൂ. ജോലിയെല്ലാം വിട്ട് വേലയ്ക്കിറങ്ങിയത് ഒരു പ്രസംഗകനാകാനല്ല, ജോലി വിട്ട് വേലയ്ക്കിറങ്ങിയത് ഒരു അഭിഷിക്തനാകാൻ വേണ്ടിയാ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഒരു എൻകൗണ്ടറിലേക്ക് ദൈവം നയിക്കാൻ പോവുക. ഒരു എൻകൗണ്ടറിലേക്ക് ആത്മാവ് ഇന്ന് രാത്രി ചിലതിനെ ശക്തമായി തൊടാൻ പോവുക. ആ ഫ്രണ്ട് നിരയിൽ കിടക്കുന്ന കസേര മാറ്റാൻ കഴിയും. ആ ഫ്രണ്ട് നിരയിലെ കസേര മാത്രം മാറ്റുക. ഒന്നിച്ചൊരു എൻകൗണ്ടറിലേക്ക് സഭയെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ ശരീരത്തിൽ ആരോഗ്യം കുറഞ്ഞെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇന്നത്തെ ഡിവൈൻ സ്പർശന നിന്റെ ശരീരത്തിൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പോകുക. ഇന്ന് വരെ ഇല്ലാത്തൊരു ആരോഗ്യം ദൈവം തരാൻ പോവുക. റട്ട ലട്ട ലട്ട റട്ട ലട്ട 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 അജലഗബ ഹജലഗബ ഹജലഗബ ഛലഗബ ബബബബബ ശംബബബബബ ഹബബബബബ. നമ്മൾ ഒന്നിച്ചാ പ്രാർത്ഥിക്കാൻ പോകുന്നത്. സാംബാസ്റ്ററിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇവിടുത്തെ അഭിഷിക്തന്മാർ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അതുകൊണ്ട് സകലരും മുമ്പിലേക്കൊന്ന് പലായനം ചെയ്തേ. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ ഈ സ്റ്റേജ് മുട്ടി, എല്ലാവരും ഈ സ്റ്റേജ് മുട്ടി ഒന്ന് നിന്നാട്ടെ. ഒന്നിച്ചു ചേർന്ന് ഇതിൻ്റെ അകത്ത് ആർക്കും അറിയാത്ത ചിലർ വന്ന് നിപ്പുണ്ട്. ആരും അറിയാത്ത ചിലർ വന്ന് നിപ്പുണ്ട്. ആരും അറിയാത്ത ചിലർ. സഹോദരിമാർ ഈ സൈഡിലേക്ക് വന്ന് നിൽക്കുക. സഹോദരിമാർ ഈ സൈഡിലേക്ക് വന്ന്. ലജ്ജയുള്ളവർ വരണ്ട. ലജ്ജയുള്ള ദൈവമക്കൾ വരരുത്. ലജ്ജയുള്ളവർ വരരുത്. ലജ്ജയുള്ളവർ വരരുത്. ഇന്ന് രാത്രി എനിക്ക് എന്നാ ലജ്ജിക്കാനാ? എന്നെ അവൻ യൂസ് ചെയ്യണം. കമാൺ. ആ ഒറ്റ പ്രാർത്ഥനയല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ അവൻ യൂസ് ചെയ്യണം. എന്നെ അവൻ യൂസ് ചെയ്യണം. എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഹജല 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 ഹജല. പലരുടെയും മിനിസ്ട്രി കണ്ടുപോകാൻ വന്ന ഒരാളല്ല നിങ്ങൾ. പലരുടെയും ശുശ്രൂഷ കണ്ടുപോകാൻ വന്ന ഒരാളല്ല നിങ്ങൾ. റഹിമ റഹിമ ഹഡഗബ 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 ഹഡഗബ. പലരുടെയും മിനിസ്ട്രി കണ്ടുപോകാൻ വന്ന ഒരാളല്ല നിങ്ങൾ. അവർക്ക് അഭിഷേകമുണ്ട്, ഇവർക്ക് കൃപാവരമുണ്ട് എന്ന് പറഞ്ഞു പോകാൻ വന്ന ഒരാളല്ല ഞാൻ. അതിനല്ല വന്നേ. ഞാൻ വന്നത് നിങ്ങളിലൊരു അഭിഷേകമുണ്ട്, നിങ്ങളിലൊരു വരമുണ്ട്, നിങ്ങളിലൊരു കൃപയുണ്ട്. എന്നെ കർത്താവ് കാണിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ ചെറുപ്പക്കാരത്തികളായ ചില യൗവനക്കാർ ദൈവം നിങ്ങളെ ശക്തമായ മിനിസ്ട്രി ഏൽപ്പിച്ച് ഉപയോഗിക്കുന്നത് ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ കാര്യമാണ്. ഈ മീറ്റിങ്ങിന് വേണ്ടി സ്തോത്രം ചെയ്യുമ്പോൾ ചില യുവതിമാർ അസലബ ഹസലബ ഹസലബ രാജ്യങ്ങൾക്ക് പ്രവചന ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ചവർ ഇതിൻ്റെ അകത്ത് നിപ്പുണ്ട്. നിങ്ങളെ എവിടെയോ വെച്ച് തടഞ്ഞത്, എവിടെയോ വെച്ച് മൂടുപടമിട്ട് മൂടിയത് ഇന്ന് രാത്രി ആ മൂടുപടം മാറ്റാൻ പോകുകയാ. നിന്റെ പ്രവചന ഉത്തരേന്ത്യക്ക് വേണം. നിന്റെ പ്രവചന ശുശ്രൂഷ ഹരിയാനയ്ക്ക് വേണം. നിന്റെ പ്രവചന ശുശ്രൂഷ ആസാമിന് വേണം. നിന്റെ പ്രവചന ശുശ്രൂഷ അരുണാചൽ പ്രദേശിന് വേണം. നിന്റെ പ്രവചന ശുശ്രൂഷ ത്രിപുരയ്ക്ക് വേണം. നിന്റെ പ്രവചന ശുശ്രൂഷ ഒറീസയ്ക്ക് വേണം. നിന്റെ പ്രവചന ശുശ്രൂഷ വെസ്റ്റ് ബംഗാളിന് വേണം. കമോൺ. ബോംബെ പട്ടണത്തിന് നിന്റെ അഭിഷേകം വേണം. നാഗ്പൂരിന് നിന്റെ അഭിഷേകം വേണം. മഹാരാഷ്ട്രയ്ക്ക് നിന്റെ അഭിഷേകം വേണം.
മഹാരാഷ്ട്രയിൽ നീ കൊയ്യാൻ പോകുകയാ. ഗുജറാത്തിൽ നീ കൊയ്യാൻ പോകുകയാ. സൂറത്തിൽ അപ്പ പറയുന്നു, സൂറത്തിൽ നീ കൊയ്യാൻ പോകുകയാ. തുറക്കട്ടെ, 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 വരം തുറക്കട്ടെ, വരം തുറക്കട്ടെ. പട്ടിണി കിടന്ന് കരഞ്ഞവനല്ലേ നീയാ? പട്ടിണി കിടന്ന് കരഞ്ഞവനല്ലേ നീയാ? ഇങ്ങനെ ഒരു യാത്ര നീ പ്രതീക്ഷിച്ചോ? ആത്മാവ് നിന്നെ കൊണ്ടുവന്നത് പ്രസംഗം കേൾപ്പിക്കാനല്ല. നീ ഒന്ന് ആത്മപകർച്ചയിലേക്ക് മാറണം. കെട്ടടി, നിന്റെ മനസ്സിന്റെ കെട്ടടി, നിന്റെ മൈൻഡ് സെറ്റ് മാറ്റ്. നിന്റെ അടുക്കൽ നിൽക്കുന്നവർ ആരാധിക്കട്ടെ, അവർ ചാടി തുള്ളട്ടെ, അവർ ആത്മപകർച്ചയിലേക്ക് മൂവ് ചെയ്യട്ടെ. ജാല 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 ജാല. ആരെ ഭയന്ന നിന്റെ കൃപാവരം മൂടി വെച്ചേ? ആരെ പേടിച്ച നിന്റെ കൃപാവരം മൂടി വെച്ചേ? സമൂഹത്തെയോ, നിന്റെ സഭയെയോ, നിന്റെ ഡിനോമിനേഷനെയോ? ഇവരാരുമല്ല നിന്നെ അഭിഷേകമേൽപ്പിച്ചേ. അഭിഷേകമേൽപ്പിച്ചവൻ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. വരങ്ങൾ പുറത്തെടുക്കുക, വരങ്ങൾ പുറത്തെടുക്കുക, വരങ്ങൾ പുറത്തെടുക്കുക, വരങ്ങൾ പുറത്തെടുക്കുക. കമാൻ, തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. ഹേ ഹേ ഹേ. അജല ബജല 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 രകജകന ഹജലക അജല 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 ജല ജല. വേണ രാജസ്ഥാനിൽ റിവൈവൽ നടക്കുക, പഞ്ചാബിൽ റിവൈവൽ നടക്കുക, മധ്യപ്രദേശിൽ റിവൈവൽ നടക്കുക. യെസ്, ആന്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിയ സ്റ്റേറ്റിൽ റിവൈവൽ നടക്കുക. Machala bachala chala bachala ba ajala chalaga chalaga ajala chalaga 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 shabaja lagaja rachala 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 jaba jaja jaja chalaga chala atakajila bhaja jabala jaga raja ajala lacha lacha. യെസ്, ഛത്തീസ്ഗഡിൽ റിവൈവൽ നടക്കട്ടെ, റായ്പൂരിൽ റിവൈവൽ നടക്കട്ടെ, ഭിലായിൽ റിവൈവൽ നടക്കട്ടെ, ഒറീസയിൽ റിവൈവൽ നടക്കട്ടെ, അഹമ്മദാബാദിൽ റിവൈവൽ നടക്കട്ടെ, യു പിയിൽ റിവൈവൽ നടക്കട്ടെ, ജമ്മു കാശ്മീരിൽ നടക്കട്ടെ, നടക്കട്ടെ. ആഹാ, लाई बाय 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 राय चास बिठाई बठाई 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 बा राय चासा बठालिया बहालिया बहालिया राचला बा छला बा छला बा छला बा राचला बा छला बा छला बा. പ്രവചിച്ചു തുടങ്ങുക, വെളിപ്പാട് പറഞ്ഞു തുടങ്ങുക, ദർശനം പറഞ്ഞു തുടങ്ങുക. അതിനു വേണ്ടി മാത്രമല്ലേ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത്? അതിനു വേണ്ടി മാത്രമല്ലേ? ആര് പറഞ്ഞു നീ ഡൈവേർട്ട് ചെയ്തു പോകാൻ? ആര് പറഞ്ഞു നീ ഡൈവേർട്ട് ചെയ്തു പോകാൻ? ഫിലിപ്പോസിന്റെ പെൺമക്കളെ പോലെ ചില പെൺമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫിലിപ്പോസിന്റെ പെൺമക്കളെ പോലെ ചില പെൺമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രവചിച്ചു തുടങ്ങുക, പ്രവചിച്ചു തുടങ്ങുക. ലാ ലാ ബാ ലാ ബാ ലാ ബാ ലാ ബാ ഷാ 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 ഷാ